ഹലോ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. യൂട്യൂബിൽ റെഗുലർ വീഡിയോസൊക്കെ ഇടാമെന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ട് കുറച്ച് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറേ ദിവസമായി ഇട്ടിട്ട് വീഡിയോസ് നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അറിയാലോ, ഓണമൊക്കെ ആണല്ലോ, എല്ലായിടത്തും നല്ല തിരക്കായിരുന്നതാണ്. അപ്പോൾ എല്ലാവരും ഞങ്ങളും ഇവിടെ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. അപ്പോൾ 2 മിനിറ്റ് ഇതുപോലെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞിരിക്കാനോ ഒന്നിനും നമുക്കൊരു സമാധാനം ഇല്ലായിരുന്നു. കാരണം ടൈമിൽ നമുക്ക് ഡെലിവറി ചെയ്യണം എന്നുള്ളത് നമുക്ക് അത്രയും നിർബന്ധമായിട്ടുള്ളൊരു കാര്യം ആയതുകൊണ്ട് നമ്മൾ അതിൻ്റെ പിന്നിലുള്ള ഓട്ടത്തിലായിരുന്നു. 24 hours എന്ന് പറഞ്ഞ പോലെ നമ്മൾ അതിനു വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. എല്ലാവർക്കും സമയത്ത് തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റി. ആർക്കും ഒരു ഡിലേയും കാര്യങ്ങളും ഒന്നും ഉണ്ടായില്ല. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണു എന്ന് വിചാരിക്കണം. അപ്പോൾ വീണ്ടും നമ്മൾ വീഡിയോസ് എടുത്ത് തുടങ്ങുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു 2-3 മിനിറ്റോ മതി ഒരു വീഡിയോ നമുക്ക് എടുക്കാനോ ചെയ്യാനോ ഇടാനോ ഒക്കെ. ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ റെഗുലർ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ എത്ര തിരക്കാണേലും നമുക്ക് മാക്സിമം നമ്മൾ ടൈം ഉണ്ടാക്കിയിട്ട് ഒരു ഡ്രസ്സ് അയക്കുന്നതിന് മുമ്പ് നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ എടുക്കും. അത് ത്രൂ ആണല്ലോ നമ്മൾ അടുത്ത സെയിൽസ് നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ വീഡിയോസ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഡെയിലി വീഡിയോസ് ഇടുന്നുണ്ടായിരുന്നു. യൂട്യൂബിലാണ് നമ്മൾ ഇത്രയും ഒരു ഡിലേ വന്നത്. അപ്പോൾ ആ ഒരു സമയം ടെൻഷൻ അടിച്ചിരിക്കാൻ നേരത്തെ ഒരു 2 മിനിറ്റ് ആയാലും 3 മിനിറ്റ് ആണെങ്കിലും നമുക്ക് ഇങ്ങനെ ചിരിച്ചിരിക്കാനുള്ള ആ ഒരു മൂഡ് നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഏത് സമയം ഇനി അടുത്തത് ഏതാ അതെന്തായി ഇതായി എന്നൊക്കെ ഉള്ളതിൽ ഇപ്പം ഈ വർക്കേഴ്സിൻ്റെ ഇടയിൽ കൂടെയുള്ള ഓട്ടവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ മാക്സിമം അങ്ങനെ ഒരു തിരക്കിലായിപ്പോയി. ഇപ്പം നമ്മൾ ബാക്ക് ടു നോർമലാണ്. അതായത് നമുക്കൊരു ഒന്ന് ഇരിക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യാനും ഉള്ള ഒരു ടൈം നമുക്കായിട്ടുണ്ട്. പക്ഷെ എന്നാലും നമ്മുടെ സെലിബ്രേഷൻ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞങ്ങളുടെ ഓണം സെലിബ്രേഷൻ ഷോപ്പിലുണ്ട്. അത് ഇതുവരെയും നമ്മൾക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ ഈ വീക്കെൻഡാണ് ഞങ്ങൾ ഓണം സെലിബ്രേറ്റ് ചെയ്യാന്ന് വിചാരിക്കണം. ഓണം കഴിഞ്ഞ് ഒരു ഓൾമോസ്റ്റ് 10 days കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാന്ന് വിചാരിക്കുന്നത്. അതിൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്കേഴ്സിനും ഒന്ന് ഫ്രീ ആവണം. അതായത് നമ്മളൊരു സെലിബ്രേഷൻ എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് മൈൻഡ് ഫ്രീ ആയിട്ട് വേണമല്ലോ നമുക്കൊന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ. ടെൻഷൻ അടിച്ച് വന്നിട്ട് ഓരോന്ന് സെലിബ്രേറ്റ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ ഈ കമ്മിങ് സാറ്റർഡേ ആണ് സെലിബ്രേഷൻ വിചാരിക്കുന്നത്. അതുമല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഡ്രസ്സ് ഞങ്ങൾ തന്നെയാണ് ചെയ്യണത്. അപ്പോൾ ഞങ്ങൾ ഡ്രസ്സ് ചെയ്യാൻ ഇതുവരെയും സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഓണത്തിന്റെ പ്രത്യേകത എന്ന് പറയുമ്പം എനിക്ക് തോന്നുന്നു ഞാൻ ഷോപ്പ് തുടങ്ങിയ ഫസ്റ്റ് ടൈമാണ് ഒരു നമ്മളുടെ ഈ ഓണം തീമല്ലാത്ത ആയിരുന്നു ഞങ്ങൾക്ക് അധികം ഓർഡേഴ്സ്. അറിയാലോ, ഞങ്ങൾ കസ്റ്റമൈസേഷൻ ആണല്ലോ, എല്ലാ വീഡിയോയിലും പറയും ഞങ്ങൾ കസ്റ്റമൈസേഷൻ ആണല്ലോ. നമുക്ക് ഓണം ഓർഡേഴ്സ് എന്താണേലും നമുക്ക് ഈ പ്രാവശ്യം ഈ ഒരു ഓഫ് വൈറ്റ് നമ്മുടെ ആ ഓണത്തിന്റെ ആ ഒരു തീമേ ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ എല്ലാ പ്രാവശ്യവും നമ്മൾ ടിഷ്യൂ ഫാബ്രിക് എടുക്കാറുണ്ട്, അതിന്റെ പലതും ഉണ്ടായിരുന്നു. കുറച്ച് ഓർഡേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് മാക്സിമം നമുക്ക് മൂവ് ഉണ്ടായിരുന്നത് വേറെ, അതായത് നോർമൽ ആയിട്ടുള്ള ഡിസൈനേഴ്സ് തന്നെയായിരുന്നു ഓണത്തിന് നമുക്ക് ഉണ്ടായിരുന്നത്. അതെനിക്ക് തോന്നുന്നു ഞാൻ ഷോപ്പ് തുടങ്ങിയത് എനിക്ക് ഫസ്റ്റ് ടൈമാണ് അങ്ങനെ. അല്ലെങ്കിൽ ഓണത്തിന്റെ സമയത്ത് ഫുൾ ഓഫ് വൈറ്റ് ക്രീം ആയിട്ടുള്ള ഒരു ജഗ പുകയാണ് ഉണ്ടാവാറ്. പക്ഷെ ഈ പ്രാവശ്യം ഓഫ് വൈറ്റ് ക്രീം വളരെ കുറവായിരുന്നു. അതായത് ഒരു 5-10 പീസ് എങ്ങാണ്ടേ നമ്മളൊരു ഓഫ് വൈറ്റ് ക്രീം ഒക്കെ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഓണം തീമിലെ ഇല്ലാന്ന് തന്നെ പറയാം, അത്രേ ഉള്ളായിരുന്നു. അതെന്താ ഈ പ്രാവശ്യം ഭയങ്കര ബാക്കിയുള്ള ബൊട്ടീക്കിൽ എങ്ങനെയാണെന്ന് അറിയില്ല. അതേപോലെ ഷോപ്പ് തുടങ്ങിയ വർഷം മുതൽ ഞാൻ വിചാരിക്കണതാണ് ഓണത്തിന് നമ്മുടേതായ കുറച്ച് പ്രൊഡക്ട്സ് നമുക്ക് ചെയ്യണം, അതിന്റെ സെയിൽ ചെയ്യണം എന്നൊക്കെ ഉള്ളത് എപ്പോഴും വിചാരിക്കാറുണ്ട്. ഇന്ന് വരെ എനിക്കത് പറ്റിയിട്ടില്ല. എൻ്റെ ഒരു മാനേജ് ചെയ്യണതിന്റെ ഒരു പോരായ്മ കൊണ്ടാണോ എന്താണോ എന്ന് എനിക്കറിയില്ല. ഓണം ആവാൻ നേരത്തേക്ക് നമുക്ക് ഇതുവരെയും, അതായത് കുറേ കുട്ടികൾ വന്നിട്ട് ചോദിക്കാറുണ്ട്, ചേച്ചി ഓണത്തിന്റെ കളക്ഷൻസ് കാണിക്കുമോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഓണത്തിന്റെ കളക്ഷൻസ് ഇപ്പം ഞങ്ങൾ കാണിക്കണമെങ്കിൽ കഴിഞ്ഞ ഓണത്തിന് ഞങ്ങൾ എന്താണോ ചെയ്തേക്കണേന്നുള്ളത് വേണം ഞങ്ങൾ കാണിക്കാൻ. അതും വേറെ കസ്റ്റമേഴ്സിന് ചെയ്തിട്ടുള്ളതാ, അതേ ഉള്ളൂ നമ്മളുടെ അടുത്ത്. അപ്പം ഈ ഒരു ഓണത്തിനും സക്സസ്ഫുള്ളി ഞങ്ങൾക്ക് ഈ ഓണത്തിനും ഒറ്റയൊന്നും നമ്മുടേതായ ഒരു ഡിസൈൻ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതായത് ഈ ഓണം തീം വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. എപ്പോഴും ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യമാണ്, ഒരു ഡിസൈൻ എന്തെങ്കിലും ഓണത്തിന് നമുക്ക് നമ്മുടേതായിട്ട് എന്തെങ്കിലും ചെയ്തിട്ട് ലൈക്ക് ഒരു ഷൂട്ടൊക്കെ ചെയ്തിട്ട് ഓണം സ്പെഷ്യൽ നമ്മുടെ ഒരു ഡിസൈൻ ഇറക്കണം, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം. പക്ഷെ ഈ പ്രാവശ്യം ഓണത്തിന് നമ്മൾ കസ്റ്റമൈസേഷൻ കൊണ്ട് തന്നെ, അതായത് നമ്മൾ ചെയ്ത വേറെ ഡിസൈൻ്റെ തന്നെ അതിന്റെ തന്നെ പല കളേഴ്സ് അങ്ങനെ കസ്റ്റമൈസേഷൻ ഒക്കെ ആയിട്ട് അങ്ങനെ തന്നെ പോയി. ഈ ഓണത്തിന് ഞങ്ങൾ വിശ്വസിച്ച് ഞങ്ങൾക്ക് ഓർഡർ തന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഒരുപാട് നന്ദി. അതേപോലെ തന്നെ എൻ്റെ കൂടെ നിന്നിട്ട് എല്ലാ സ്റ്റാഫുകളും ഒരുപാട് കഷ്ടപ്പെട്ടു. നമ്മുടെ സ്റ്റാഫുകൾ എല്ലാവരും ആ ഒരു ടൈമിൽ കൊടുക്കാനായിട്ട് അവർ എൻ്റെ ടെൻഷൻ മനസ്സിലാക്കിയിട്ട് അവർക്ക് കൊടുത്തേക്കണ എല്ലാം കറക്റ്റായിട്ടൊക്കെ ചെയ്തിട്ട് എനിക്ക് ഒരുപാട് അവരുടെ ഒരു സപ്പോർട്ടും കോപ്പറേഷനും ഉള്ളതുകൊണ്ടാണ് എനിക്കത്, നമ്മൾ എത്ര ഓർഡർ എടുത്താലും അവരതെനിക്ക് ആ ഒരു സമയത്ത് ചെയ്ത് തരുന്നതുകൊണ്ടാണ്, അതെല്ലാം മാനേജ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്കത് കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റുന്നത്. അവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പൊ ജസ്റ്റ് കുറേ ദിവസമായാലും ഒരു വീഡിയോ ഇട്ടിട്ട്, അപ്പൊ അതിന്റെ ആ ഒരു ഇത്
ബ്രേക്ക് ചെയ്യാനായിട്ട് ജസ്റ്റ് ഒരു വീഡിയോ ഇട്ടെന്നേ ഉള്ളൂ. ലൈക്ക് ഇപ്പോൾ ഒരു രാത്രി 9 മണിക്കാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യണത്. ഷോപ്പിൽ തന്നെയാണ്. അപ്പോൾ ഇനി പാക്കിങ്ങിലും കാര്യങ്ങളിലേക്കൊക്കെ ആയിട്ട് പോകാൻ പോവാണ്. അപ്പോൾ നാളെ മുതൽ നമ്മളുടെ ബെസ്റ്റ് സെല്ലേഴ്സ്, അതായത് ഈ ഓണം സീസണിൽ നമുക്ക് ബെസ്റ്റ് സെല്ലേഴ്സ് ആയിട്ടുള്ള ഡിസൈൻസ് നിങ്ങളെ കാണിച്ചിട്ട് അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഓക്കെ, താങ്ക് യു.